ചേച്ചി പടം മൂവി ഒരു ശരിക്കും കോമഡി തന്നെയാണ്. നല്ല നമുക്ക് മനസ്സൊക്കെ ചിരിക്കാൻ പറ്റും. കുറേ ഒരു 2 മിനിറ്റ് നന്നായി ചിരിക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. സോ ഗോ ആൻഡ് വാച്ച്. എല്ലാവരും പോയി കാണണം. അടിപൊളി 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 തകർത്തു പറഞ്ഞു. ഓരോ ഈച്ച് ആൻഡ് എവറി വൺ അതിനകത്ത് തകർത്തിട്ടുണ്ട്. 4 ലേഡീസ് ഉണ്ട്. അത് സർപ്രൈസ് ഒന്നും ഞാൻ പറയുന്നില്ല. ബട്ട് 4 പേര് അടിപൊളിയായിട്ടുണ്ട്. എല്ലാ കാസ്റ്റും അടിപൊളിയായിട്ട് സൂപ്പർ 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 വർക്കൗട്ടായി പൊളി കോമ്പോ. താങ്ക് യു ചേച്ചി. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? മൂവി എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഐ പേഴ്സണലി എൻജോയ്ഡ്. അപ്പം നമ്മൾ അഭിനയിച്ച പടമായിട്ടല്ല, നമ്മൾ ചെയ്തപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തൊരു മൂവിയാണ്. അടിപൊളിയായിട്ട് ഭയങ്കര നമ്മൾ വർക്ക് ചെയ്തപ്പം കണ്ട പോലെ അല്ല. ഇപ്പോൾ സിനിമ വിഷ്വലി വന്നപ്പം അതുകൊണ്ട് മ്യൂസിക് കൊണ്ടും അതിന് ബാക്കിയുള്ള എല്ലാ ഇതുകൊണ്ടും ഐ മീൻ ലൈക്ക് ഭയങ്കര എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് ഗ്രേറ്റ്. ചേച്ചിയുടെ ഞാൻ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ വർക്ക് ചെയ്തത്. ഓ ഡെഫിനറ്റ്ലി എല്ലാവർക്കും വന്ന് കാണാൻ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. ഡെഫിനറ്റ്ലി എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണണം. ഡെഫിനറ്റ്ലി നല്ല എൻ്റർടൈനറാണ്. ഭയങ്കര ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് രസിച്ച് കാണാൻ പറ്റുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അതിൽ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ എൻജോയ് ചെയ്തു. താങ്ക് യു. ഹലോ പടം അടിപൊളി. നിങ്ങൾ കണ്ടില്ലേ? പിന്നെ പടം കിടു. കുറേ ചിരിച്ചു. ഞാൻ പടം ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ അതിനകത്ത് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഐ റിയലി ലവ്. ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അടിപൊളി. പടത്തിനകത്തൊരു ചെറിയ വേഷം ചെയ്യാൻ സാധിച്ചു. വളരെ സന്തോഷം. ഒരു ക്രൂവിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഹാപ്പിയാണ്. നല്ല എക്സ്പീരിയൻസ് അല്ലേ? കാരണം എൻ്റെ ഫസ്റ്റ് പടമാണിത്. ചെറിയ ചെറിയ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇതാണ് മെയിൻ സ്ട്രീം സിനിമയായിട്ട് നല്ലൊരു ക്രൂവിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്. ഭയങ്കര സന്തോഷം. ഹാപ്പിയാണ്. അടിപൊളി. ശരി. ഒരുപാട് ചിരിക്കാനുള്ളൊരു നല്ല ഫാമിലി പടമാണല്ലോ. ഞാൻ ഒത്തിരി ചിരിച്ചു. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അടിപൊളി മൂവിയായിരുന്നു. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ചിരിക്കാം. ഫുൾ ഫണ്ണാണ്. നല്ല കോമഡി ആയിരുന്നു. ചിരിച്ചിട്ട് സോ നൈസ് ടു സീ അവർ ഡിയറസ്റ്റ് അഖിൽ ഓൺ സ്ക്രീൻ. ഹിയർ ടു സപ്പോർട്ട് ഹിം. അടിപൊളി മൂവി. ഗ്രേറ്റ് കോമഡി. വെൽ ആർട്ടിക്കുലേറ്റഡ്. എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഗ്രേറ്റ് മൂവി. അടിപൊളി എൻ്റർടൈനറാണ്. ഫാമിലി ആയിട്ട് വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. സോ ഡു കം ആൻഡ് വാച്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഡയറക്ടറുണ്ട് വിനോദേട്ടൻ. ഗംഭീരമായിട്ട് വന്നു തോന്നുന്നു. എന്തറിയോ, നമ്മളിതല്ലേ ഇത് ചെയ്ത് അഭിനയിച്ചത്. അപ്പം നോർമലി അവരടുത്തൊക്കെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മുടെ ഡയറക്ടർ വിനോദേട്ടൻ പറയും. സീരിയസ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ചിരിച്ചു നന്നായിട്ട്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. വലിയ സന്തോഷം. അത് എല്ലാവരും കാണുക, അത്ര എല്ലാവരും കണ്ടിട്ട്. നിങ്ങൾ കണ്ടായിരുന്നോ? എന്താണ് അയ്യോ ഇത് കണ്ടില്ലായിരുന്നു. ബാക്കിലേ ഇതില്ല എടുത്തോ. നല്ല പടമാണ്. എനിക്കിഷ്ടം. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ചിരിക്കാൻ ഒരുപാടുണ്ട്. നല്ലൊരു ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻറ്റ് പടം. സൂപ്പറാണ്. അടിപൊളിയാണ്. നല്ല രസമാണ്. സ്ത്രീ പ്രാധാന്യം ഇല്ലെന്ന് പറയുന്നത്. ഫുൾ സ്ത്രീ പ്രാധാന്യമുള്ള സിനിമയാണ്. അതിൻ്റെ പേര് തന്നെ കൊള്ളാം. മന്ദാകിനി എന്നുള്ള പേര് തന്നെ സ്ത്രീ പ്രാധാന്യമാണ്. ഒരു പ്രസിദ്ധ ബ്രാൻഡിൻ്റെ പേരാണ്. അത് തന്നെ കോമഡി ഒരു മൂഡിലുള്ള നല്ലൊരു പടം. കുഴപ്പമില്ല. അത്
രസമായിട്ട് അനാർക്കലി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. പടം നല്ല പടമാണ്. അത് കോമഡി നല്ലൊരു പിന്നെ അനാർക്കലി ആയാലും നല്ല അടുത്തപ്പോൾ നല്ല രീതിയിൽ എന്തായാലും സിമ്പിളായിട്ടുള്ളൊരു കഥ കണക്ട് ആവുന്ന രീതിയിൽ അണിയിച്ചിരിക്കുന്നത്. പിന്നെ ഇത് 5 ഡയറക്ടർമാർ അഭിനയിച്ചൊരു ചിത്രം കൂടിയാണ്. ലാൽജു സാറ്, പിന്നെ നമ്മുടെ അജയ് വാസ് സാറ്, അതേപോലെ തന്നെ പിന്നെ ജിയോ ബേബി സാറ്, പിന്നെ അങ്ങനെ ഒരു ഡയറക്ടർമാരെല്ലാവരും നല്ല അനാൽക്കരി മലക്കാറ് അൽത്താഫ് സലീം നല്ല റോളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഒരു കോമഡിയാണ്. രസമുണ്ട്. അൽത്താഫും അനാർക്കലി നല്ല രസമുണ്ട്. ഇപ്പം രസമാണ്. ഫാമിലി ഒരു ഓറിയൻറ്റഡ് മൂവിയാണ്. ത്രൂ കോമഡിയും ആയിട്ട് നല്ല രസമായിട്ട് ത്രൂ ചിരിക്കാനുണ്ട്, കുറേ ചിരിക്കാനുണ്ട്. രസമാണ്. നല്ലൊരു ഫാമിലി മൂവി.